എന്നാലും എന്റെ മോനെ നീ എങ്ങനെ +2 പാസ്സായി? അതും +1 4 സപ്ലിയുള്ള നീ. കംബാക്ക്, അൾട്ടിമേറ്റ് കംബാക്ക്. എനിക്കൊരു 4 വിഷയം പോയപ്പോഴത്തേനും നീയൊക്കെ എന്തുവാടാ പറഞ്ഞത്? ചാന്ത് കുഴയ്ക്കാൻ പോവാനോ, കോൺക്രീറ്റ് പണിക്ക് പോവാനോ? കണ്ടോടാ, എല്ലാം ചോദിച്ചു, എല്ലാം +2 സഹിതം മൊത്തം എഴുതിയെടുത്തടാ പൊട്ട. ഇന്നാ ഇരി. അയ്യോ അമ്മ, ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്, അതാ. അയ്യോ മോനെ, അമ്മ ഒന്നും വിടറാ. അമ്മ, ഞാൻ +2 ജയിച്ചില്ലയോ, അപ്പൊ കുറച്ച് പൈസ തന്നാലും പിള്ളേർക്കെല്ലാം ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാൻ. അതൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കട്ടെ. അമ്മ ഇപ്പൊ നടന്നു പോകും, കഷ്ടമുണ്ട്. നാളെ ഞാൻ കൊണ്ട് വിടാം. ഓ, ചെറുക്കനെ കൊണ്ട്. എനിക്കൊരു ഡൗട്ട്. എടാ, നിങ്ങളുടെ അമ്മയുടെ പുറകെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ. ഞങ്ങളുടെ അമ്മയുടെ പുറകെ ആര് കിടക്കാൻ ഒന്നുമില്ലല്ലോ, അവർക്ക് കുറെ വയസ്സില്ലയോടാ. അല്ലടാ, ആക്റ്റീവയിൽ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചതാ. ആക്റ്റീവയിലോ? ഓടാ ചുമ്മാ. എന്തായാലും നമുക്കൊന്ന് തിരക്കണം. അങ്ങനെ തന്നെ തിരക്കാം. അതിന്റെ ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്തുവാ? നിന്റെ പ്ലാൻ എന്തുവാ? പ്ലാനൊക്കെ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും നീ കണ്ടോ. അല്ല, ക്ലബില് എന്തോ ട്രോഫി കൊടുക്കുന്നൊക്കെ കേട്ട്. അയ്യോ, അത് 5A+ മേടിച്ചവർക്കും ഫുൾ A+ മേടിച്ചവർക്കും ഒക്കെ ഉള്ളു. അല്ല, ബാക്കി ആരും പരീക്ഷ എഴുതിയില്ലേ? അമ്മ എവിടെ നിക്കി, ഞാൻ കൊണ്ടുവിടാം. അമ്മ ഇങ്ങോട്ട് വന്ന് കേറ്, ചുമ്മാ ഇങ്ങനെ മേടിച്ചെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് മാത്രം അങ്ങോട്ട് പിടിച്ച് കയറ്റിയതാ. എന്ത് പോയത്, ആനയുടെ കൊണ്ടത്ത് ഇരിക്കുന്നതിന്റെ കൂട്ടുണ്ടല്ലോ. പിന്നീട് ഇപ്പോഴാ ഒന്ന് കേറുന്നത്. പോലെ സമയം പോയിട്ടോ. നീ പറഞ്ഞ സംഭവം ശരിയാ, പക്ഷെ അങ്ങനെ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അത് തന്നെ ചോദിക്കാനുള്ള ചേട്ടൻ്റെ ഉദ്ദേശം. ചിലപ്പോ അവര് ഒരുമിച്ച് പഠിച്ചായിരിക്കും, പിന്നെ സ്കൂളിലൊക്കെ വല്ല പ്രണയം വല്ലതും കാണുമായിരിക്കും. അന്നത്തെ സാഹചര്യത്തില് ഒന്നിക്കാൻ പറ്റിയില്ല, അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞേ സോൾവ് ആക്കും, പക്ഷെ എങ്ങനെ മുന്നിൽ പോയി നിൽക്കുന്ന കാര്യത്തില് അങ്ങനെങ്ങാണോ ആണെങ്കിൽ അവൻ എന്റെ മുന്നിൽ വന്ന് ഇന്നാ ഉണ്ടല്ലോ, കാര്യം പിടിച്ച 2 വട്ടം കീറി ഞാൻ അവനെ. അത് മിക്കവാറും ആ ചെറുക്കൻ്റെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കിട്ടുന്നേ കിട്ടട്ടെ. ഇതിപ്പോ അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ. എന്നാ ഇത് എവിടം വരെ പോന്നേ, ഞാനൊന്ന് നോക്കട്ടെ. സാധാരണഗതി മക്കളുടെ ലൈൻ പൊക്കാനാണ് അച്ഛനമ്മമാർക്കൊരു ഇത് തിരിച്ചാണല്ലോ. നീ കൂടുതൽ നടന്നങ്ങ് തുള്ളാതെ. അവനാ ഞങ്ങളുടെ അമ്മയുടെ പുറകിനെ നടന്ന് ശല്യം ചെയ്യുന്നത് കേട്ടോ. കൂടുതലങ്ങ് ഉണ്ടാക്കല്ലേ, പിടിച്ച് ഞാൻ ഇടിച്ചു കളഞ്ഞു. നീ ആരാന്നോ എന്തുവാന്നോ എന്ന് എനിക്കറിയണ്ട. നീ എന്തിനാ എന്റെ അമ്മയുടെ പുറകെ നടക്കുന്നത്? എന്റെ അമ്മയുടെ പുറകെ നടക്കുന്ന നീ നടത്തുണ്ടല്ലോ, അത് നീ മര്യാദയ്ക്ക് നിർത്തിക്കോ. എടാ മോനെ, അത് മോനെന്ന് വിളിക്കാൻ നീ ആരാ? എന്റെ തന്തയോ? ഇനി നീ എന്റെ അമ്മയുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ മൂക്കടിച്ചാൻ പൊട്ടിക്കും കേട്ടടാ. ചേട്ടാ, ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ, കയ്യിൽ എന്തെങ്കിലും കുത്തിക്കഴിപ്പുണ്ടെങ്കിൽ അതങ്ങ് കൈ വെക്കുന്നതാണ് കേട്ടോ. കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. അത് മാറ്റാൻ മനസ്സില്ലെങ്കിലേ ഇപ്പൊ പറ, ഇവിടെ വെച്ച് തീരുമാനിക്കാം കേട്ടോ. മനസ്സിലായല്ലോ, പിള്ളേര് കയറി അങ്ങ് മെയ്യും. നിങ്ങളത് വെച്ചോണ്ടിരിക്കാതെ പോയൊന്ന് പറയാന്നോ. അതിപ്പോ എങ്ങനെ പറയൂന്നാണ്. അതിപ്പോ ഞാൻ പറഞ്ഞോളൂ എങ്ങനെ പറയണ്ടേ. നിങ്ങൾ ഈ വയസ്സന്മാരെ പോലെ ചിന്തിക്കാതെ ഞങ്ങളെ പോലൊക്കെ ചിന്തിക്കും. ഇനി ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വേറെ സ്കീമാവും, അത് വേറെ വഴിക്കങ്ങ് പോകും. മോനെ, ഇതിനെത്ര? അത് 80 രൂപ. ഇതൊന്നേ നല്ലപോലെ ഒന്ന് കവർ ചെയ്തതാ. മറ്റവനില്ലയോ, അവൻ ആ ഗിഫ്റ്റ് കടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവന്റെ കയ്യിലൊരു ഗിഫ്റ്റും ഉണ്ട്. അത് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ കാണുവാണെങ്കിലേ അവന്റെ അന്ത്യം.
നിന്റെ സാമാനം. നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലേ? ഇപ്പൊ എങ്ങനാ FIR ഇടുവല്ലയോ? ആ പള്ളി വല്ല ആവുമോ? അയാളെ വല്ല കേസ് വല്ല കൊടുക്കുമോ? അന്യതായാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. ഞാൻ സേഫാ. എനിക്ക് മറ്റന്നാൾ 18 വയസ്സാകത്തേ ഉള്ളൂ. ഞാൻ സേഫാ. ഞാൻ നാട്ടിൽ സാറേ എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. എടോ തന്നെ ഇത്ര അടിച്ച് വരുവാക്കി തനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നോ? എന്ത് കംപ്ലൈന്റ് ഇല്ലെന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ അയാൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന്. അതെന്താ അങ്ങനെ കംപ്ലൈന്റ് ഇല്ലാത്ത? ഉണ്ടായില്ലടാ. എടാ കഴിഞ്ഞ മാസമല്ലേ നിങ്ങൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നേ? അപ്പൊ നിന്റെ കയ്യിലൊരു പഴയ ഫോട്ടോ ക്ലിയർ ചെയ്യാൻ തന്നില്ലയോ? അത് നിന്റെ കയ്യിലുണ്ടോ? കാര്യങ്ങളങ്ങോട്ടെ ക്ലിയർ ആവുന്നില്ലല്ലോ. നീ ബാക്കിലോട്ട് സൂം ചെയ്ത എടാ നീ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഗിഫ്റ്റ് എന്ത്? അതൊന്നും എടുത്തേ. ആ ചെറുക്കൻ്റെ ഒരു അതുൽ ശിവ എന്നല്ലേ? അതെ. അയാളുടെ പേര് അനിരുദ്ധൻ എന്നാട്ടോ. ആ ചെറുക്കൻ അച്ഛനില്ലെന്നാ പറയുന്നത് കേട്ടെ. ആ ചെറുക്കൻ്റെ പേര് അതുൽ ശിവൻ. അപ്പൊ അച്ഛൻ്റെ പേര് ശിവനോ മറ്റോ? എടാ ഈ ശിവൻ എന്നുള്ളതേ എന്റെ മാമന്റെ പേര്. എന്റെ അച്ഛന്റെ പേര് ചേർത്തല്ല എന്റെ പേരിട്ടേക്ക്. അല്ല നിന്റെ അച്ഛന്റെ പേരെന്തോ? അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഡിവോഴ്സ് ആയത്. അച്ഛനെ കാണിക്കാതെ അവനെ വളർത്തി. അതുകൊണ്ട് ഇപ്പൊ അവൻ എൻ്റെ പേര് പോലും ഓർമ്മ കാണത്തില്ല. ചിലപ്പോ അത് നിന്റെ അച്ഛനാണല്ലോ. അങ്ങനൊന്നും ആയിരിക്കത്തില്ലടാ. അമ്മയ്ക്ക് വിഷമാവൂന്ന് ഓർത്തിട്ടാ ഞാൻ ഇത്ര നാളും പുള്ളിയുടെ പേര് പോലും ചോദിക്കാഞ്ഞത്. എടാ ഇങ്ങനെ പുറകെ നടക്കണമെന്നില്ലേ? അത് നിന്റെ അച്ഛനാവാനാ ചാൻസ്. അപ്പൊ മോനാണ് തന്ത എടുത്ത് ചാമ്പിയത്. ഇത് നിന്റെ അച്ഛനായിരുന്നില്ലേ? സാറേ ഫോണൊന്ന് തരുമോ? എനിക്കൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ. തൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ ഓണർ തന്നെ കുറെ നേരം കൊണ്ട് വിളിക്കുന്നു. താനും ഓണറുമായിട്ട് ബന്ധം. അത് മാത്രമല്ല നീ സ്ഥിരം ഒരു 10-15,000 രൂപയെ അവർ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ശരിക്കും അവൾക്ക് സാലറി 15,000 ഉള്ളൂ. അഭിമാനി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങില്ല. സാലറി ആന്ന് വെച്ച് അവള് വാങ്ങിച്ചോളൂ. താൻ ആള് കൊള്ളാമല്ലോ.